ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ 4 പേരെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് വിലയിരുത്തൽ. ഷോർട്ട് സർക്യൂട്ട് ആകാം വീടിന് തീപിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. വിവരങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ ചേരുകയാണ്. ജോസിൽ, ഇത് വളരെ പഴക്കം ചെന്ന വീട്ടിലായിരുന്നു ഈ കുടുംബം താമസിച്ചിരുന്നത്. എന്താണ് പോലീസ് പ്രാഥമികമായി പറയുന്ന കാര്യങ്ങൾ? സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് മൂലമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്തിരുന്നത്. വെള്ളിയാഴ്ച രാത്രി തീപിടിച്ചു എന്നാണ് പോലീസിന്റെ സംശയം ഉള്ളത്. ശനിയാഴ്ച വൈകിട്ട്, അതായത് ഇന്നലെ വൈകിട്ടാണ് അയൽവാസി എത്തിയപ്പോഴാണ് ഈ വീട് കത്തിയാവുന്നത്. വീട്ടുമുറ്റത്താണ് പൊള്ളലേറ്റ നിലയിൽ 4 വയസ്സുകാരൻ അഭിനവിന്റെ മൃതദേഹം കണ്ടത്. അത് അപ്പോൾ തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് നാട്ടുകാർ വിവരം അറിയിച്ചതോടെയാണ് പോലീസും ഫയർഫോഴ്സും നടത്തിയ പരിശോധനയിൽ വീടിനകത്ത് മറ്റുള്ളവരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്തത്. അഭിനവിന്റെ ഒഴികെ മറ്റുള്ളവരുടെയും ആരുടെയും മൃതദേഹങ്ങൾ. ശരി, ജോസിൽ സെബാസ്റ്റ്യൻ ആണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ 4 പേരെ തീപ്പൊള്ളലേറ്റ് മരിച്ചതിലെ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയില്ല, ഷോർട്ട് സർക്യൂട്ട് ആകാൻ കാരണമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ജോസിൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്.